അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലേ? വിറ്റ ശേഷവും നിന്റെ കൈവശവും അല്ലാഞ്ഞോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. പുതിയ നിയമസഭയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു. വിശ്വാസി ദമ്പതികൾ സാമ്പത്തിക വിഷയത്തിൽ സഭയോട് വ്യാജം കാണിക്കാൻ ഒരുമ്പെട്ടു. ശക്തമായൊരു തിരിച്ചടിയാണ് പരിശുദ്ധാത്മാവ് കൊടുത്തത്. കാരണം ഏദൻ തോട്ടത്തിൽ പണ്ട് സംഭവിച്ചത് ഇനി സംഭവിക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. 10ാം ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാ സ്റ്റുഡൻസും, ഒരു ക്ലാസ്സിൽ 60 പേരുണ്ട്, 60 സ്റ്റുഡൻസ് ഒരുപോലെ നിൽക്കുകയാണ്. പോർഷൻ തുടങ്ങിക്കഴിയുമ്പോൾ കുറേ പേര് പുറകോട്ട് പോകും, കുറേ പേര് മുന്നോട്ട് പോകും, ചിലർ അഡ്വാൻസ് ചെയ്ത് പോകും. ആത്മീയത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഒരു ട്രാക്കിൽ ഓടുന്നവരെ കുറിച്ചാണ് ഉപമിച്ചിരിക്കുന്നത്. എല്ലാവരും 1ാം സ്ഥാനത്തിന് വേണ്ടി ഓടണം. കാരണം ലോകത്തിന്റെ റേസ് പോലെ അല്ല ആത്മീയത്തിന്റെ റേസ്. എല്ലാവരും 1ാമതെത്താൻ വേണ്ടി ഓടണം. ഏകാഗ്രത വേണം, നിർമ്മലത വേണം. അപ്പൊ ഈ 2 കാര്യം കളഞ്ഞാൽ തോറ്റില്ലേ? ശത്രുവിനെ തറഞ്ഞൂടെ? പിശാച് അത് തന്നെ ചെയ്യുന്നത്. പ്രാർത്ഥനയിലുള്ള, ദൈവവേലയിലുള്ള, വിശുദ്ധ ജീവിതത്തിനുള്ള, സഹോദര പ്രീതിയിലുള്ള ഏകാഗ്രത കളയും. ഒരു ഈസി ലൈഫിലേക്ക് വലിച്ചോണ്ട് പോകാൻ നോക്കും. കുറേ കാര്യങ്ങൾ കൂട്ടത്തെയും ഭക്തിയും കാര്യം നടക്കില്ല. ദൈവം ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. എല്ലാവരും പറയുന്നത് തന്നെ മനസ്സെന്ന യുദ്ധഭൂമി, ആ യുദ്ധം ജയിക്കണം. ഇവിടെ പത്രോസ് ചോദിക്കാണ്, നിന്റെ ഹൃദയം സാത്താൻ കൈവശമാക്കിയത് എന്ത്? അപ്പൊ സാത്താന് നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കാൻ പറ്റും. വീണ്ടും ജനിച്ചവന്റെ ആത്മാവ് ഒരു കുഞ്ഞിനെ പോലെയാണ്. യേശു കർത്താവ് ദൈവമായിരിക്കെ കുഞ്ഞായിരുന്നപ്പോൾ ജോസഫും മേരിയും എടുത്തുകൊണ്ട് നടന്നതുപോലെ ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവനെയും കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിയതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ക്രിസ്തുവെന്ന തലയോളം വളരും വരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഫീഡ് ചെയ്താൽ, സൂക്ഷിച്ചാൽ നമ്മൾ ഓരോ മേഖലയായി വാഴും. ഈ വാഴ്ചയിലിടയ്ക്ക് വീഴ്ച ഉണ്ടാകാം, സ്വാഭാവികം. വീണാൽ അവിടെ കിടക്കരുത്, എഴുന്നേറ്റ് വീണ്ടും മുന്നേറണം. നമ്മൾ വായിച്ച ഭാഗം അപ്പോസ്തലപ്രവൃത്തി 5 ധനമെന്ന വിഷയം. ധനമെന്ന വിഷയത്തിലോ ധനവാനായതിലോ പൈസയുണ്ടായ വിഷയത്തിലോ ഒന്നും അല്ല. പത്രോസ് വ്യക്തമായി ചോദിക്കുന്നത്, അത് വിൽക്കുന്നതിന് മുമ്പ് നിന്റെ കയ്യിലായിരുന്നു, വിറ്റ ശേഷവും നിന്റെ കയ്യിലിരിക്കുകയാണ്, നിന്റേതായിരുന്നു, നിന്റെ കയ്യിൽ ആ പൈസ ഇരുന്ന് പറഞ്ഞൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് പ്രശ്നമായത്. ഇല്ലാത്തത് ഭാവിച്ചപ്പോഴാണ് കുഴപ്പമായത്. ദ്രവ്യാഗ്രഹം വലിയ പാവമാണ്, സകല പാപങ്ങൾക്കും മൂലകാരണമാണ്. പക്ഷെ ഇവിടെ അതല്ല, ദ്രവ്യാഗ്രഹമല്ല, കാപട്യമാണ്, കപടതയാണ്. ദ്രവ്യാഗ്രഹി എന്നുള്ള ലെവലിലല്ല അനന്യാസും ഭാര്യയും പിടിക്കപ്പെട്ടത്. കള്ളനും കള്ളിയും എന്ന നിലയിലാണ്. സാത്താൻ കള്ളനാണ്, മോഷ്ടാവാണ്. മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും വരുന്നവനാണ് അവൻ. അവന്റെ സ്വഭാവം നമ്മളിലേക്ക് പോരാൻ നോക്കും. എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? ഡെയിലി ബേസിൽ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രേ വിതൗട്ട് സീസിങ്. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യമെല്ലാം കിട്ടി, പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കില്ലേ? സ്തോത്രം ചെയ്യാം, ഇടപെടാതെ സ്തോത്രം ചെയ്യാം, ഓക്കെ. പക്ഷെ ഇതാ വിഷയം, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അത് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. കാരണം ശത്രു കെണിയേറിക്കൊണ്ടിരിക്കുകയാണ്. C.S. ലൂയിസ് എന്ന് പറയുന്ന ആ ശ്രേഷ്ഠ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ ഇങ്ങനെ പിശാചിൻ്റെ പല തന്ത്രങ്ങളും അവൻ മനുഷ്യൻ്റെ മനസ്സിൽ ഇടപെടുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ബുക്കുകളിൽ ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എത്ര ക്ലിയർ ആകണം എന്നുള്ള രീതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, സ്തോത്ര കാഴ്ച കൊടുക്കാൻ കർത്താവ് പറഞ്ഞു, കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ വികാരം, മറ്റുള്ളവരെ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയ സന്തോഷം, അതിൽ ഗൂഢമായി ഞാൻ ആനന്ദിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇടപെടാൻ ആ മനുഷ്യൻ ഉപദേശിക്കുന്നു. അപ്പോൾ സാത്താൻ ഹൃദയത്തെ കൈവശമാക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. ഏശാവ് അഭക്തനും ദുർനടപ്പുകാരനുമായി തീർന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല.
ഒറ്റ ദിവസം കൊണ്ടാണെങ്കിൽ കർത്താവ് സമ്മതിക്കത്തൊന്നുമില്ല. അവൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ്റെ അനുജൻ അപഹരിക്കാൻ ദൈവം സമ്മതിക്കില്ല. അതിൻ്റെ പേരിൽ അവന് അനുഗ്രഹം നഷ്ടമാകാനും ദൈവം സമ്മതിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതി, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം കളഞ്ഞ ഏസാവിനെ പോലെ അഭക്തനും ദുർനടപ്പുകാരനുമായി തീരാതിരിക്കേണ്ടതിന്. തീർന്നതാണ് അങ്ങനെ. പല നാളുകളായി തുടങ്ങിയ ഏർപ്പാടാണ്. ഒരു ദിവസം പിടിവിടും, ഓരോന്നോരോന്ന് വിറ്റന്നെ, അവസാനം വിൽക്കാനൊന്നുമില്ല, ജ്യേഷ്ഠാവകാശം വിറ്റു. ഇങ്ങനെയാണ് പിശാചിന്റെ ചതി. അപ്പോൾ ഡെയിലി ബേസിൽ നമ്മുടെ മനസ്സിനെ അനലൈസ് ചെയ്യണം. ക്രിസ്തുവാണോ നമ്മുടെ മനസ്സിന്റെ രാജാവ്? മദ്യപിച്ചു കഴിഞ്ഞാൽ ഏത് ഭീരുവും ധീരനായി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മെലിഞ്ഞ ആൾക്കാരൊക്കെ നെഞ്ചൊക്കെ വിരിച്ച് കൈയൊക്കെ ഇങ്ങനെ വാറ്റി വില്ലാളി വീരനെ പോലെ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അവർ കുടിച്ചതിൻ്റെ എഫക്റ്റ് തീരുമ്പോൾ അവർ പഴയ ആളാകും. കാരണം അവരുടെ ബുദ്ധി മണ്ഡലം അങ്ങ് മാറി, അവരുടെ മനസ്സങ്ങ് ഉണർത്തപ്പെട്ടു. ഇതുപോലെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഉണർത്തപ്പെട്ടാൽ ഒരു മദ്യപാനിയെ പോലെ അല്ല, അയഥാർത്ഥമായ ഒരു നിലയിലല്ല, യഥാർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ അത്ഭുതകരമായി കൈകാര്യം ചെയ്യുന്നവരാകും. ഇപ്പോൾ സഭ അനുഭവിക്കുന്ന, വിശ്വാസികൾ അനുഭവിക്കുന്ന അനേക വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു വിശ്വാസി അത് പ്രാപ്തനാക്കും. പൊടിയെ നാടിൽ കൊള്ളിക്കാമോ? ആകാശത്തെ ചാണുകൊണ്ട് അളക്കാമോ? സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളംകൈയിൽ എടുക്കാമോ? സാധാരണ മനുഷ്യന് പറ്റിയല്ല, പക്ഷെ ആത്മാവിലായൊരു മനുഷ്യന് പറ്റും. സൂപ്പർ നാച്ചുറൽ പവർ ഉപയോഗിക്കാൻ ഇവനെ പ്രാപ്തനാക്കും. പക്ഷെ ഇത് സമ്മതിക്കല മറ്റവൻ. അതിനെന്ത് വരും? മനസ്സിൽ കയറി പിടിക്കും, ചിന്തകൾ ഇട്ട് വരും. കുരിശിൽ കിടക്കുന്ന കർത്താവ് വലതുവശത്ത് കിടക്കുന്ന കള്ളനെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇടതുവശത്ത് കിടക്കുന്ന കള്ളനും അവൻ ഗുണമായില്ല. ഇതുപോലെ തന്നെയാണ് ആത്മാവും മനസ്സും. നമ്മുടെ ആത്മാവ് വചനത്താലും ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും ഉണർത്തപ്പെട്ടിട്ട് മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ചെയ്താൽ വലതുവശത്തെ കള്ളനെ പോലെ രാജത്വം അനുഭവിക്കാം, രാജാവായ ക്രിസ്തുവിനെ തിരിച്ചറിയാം, പറുദീസ അനുഭവിക്കാം. ഇനി ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിലോ ഇടതുവശത്തെ കള്ളനെ പോലെ കുറ്റം പറയാം, പെറുപെറുക്കാം, അവസരം നഷ്ടപ്പെടുത്താം. സദൃശവാക്യങ്ങൾ പറയുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ പട്ടണം പിടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. ജിതമാനസൻ എന്ന വാക്കാണ്. ജിതമാനസൻ, പട്ടണം പിടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ജോഷുവയേക്കാൾ ശ്രേഷ്ഠൻ. 32 രാജാക്കന്മാരെയൊക്കെ പേടിച്ചിട്ട് അവന്മാർ തോളത്ത് കാല് വെച്ച് അന്തസ്സായിട്ട് നിന്ന യോശുവ. പണ്ടൊരു മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്ന മോശയുടെ ബാല്യക്കാരനായിരുന്നു ഈ മനുഷ്യൻ. ഇപ്പൊ രാജാക്കന്മാരുടെ തോളത്ത് കാലെടുത്ത് വെക്കും, എല്ലാത്തിനെയും പിടിച്ചിട്ട്. കൂടെയുള്ളവരോടും പറയും, കൊണ്ടുപോടാ, രാജാവിനെ പിടിച്ചു നിർത്തും, ശത്രു രാജാവിനെ. അവന്റെ തോളത്ത് കാല് വെക്കടാന്ന് പറയും. ആത്മമണ്ഡലത്തെ വാഴും, പൈശാചിക മണ്ഡലത്തെ വാഴും മനസ്സിനെ നിയന്ത്രിച്ചാൽ. നമ്മൾ വല്ലാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അന്ത്യകാലമാണ്. മീഡിയയുടെ അതിപ്രസരമുണ്ട്. സഭയിലെ തന്നെ നമുക്കൊത്തിരി വിഷയങ്ങളുണ്ട്. കൂട്ടാളിയായിട്ട് കുടുംബാംഗങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ വരാം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇതൊന്നും നിന്റെ പോരാട്ടത്തെയോ മനസ്സിൻ്റെ നവീകരണത്തെയോ ബാധിക്കരുത്. കാരണം ഈ വക കാര്യങ്ങളൊന്നും അല്ല മനസ്സിനെ പുതുക്കുന്നത്. വചനമായിരിക്കണം, ആത്മാവായിരിക്കണം. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഇന്നുള്ള എല്ലാ സംഭാഷണങ്ങളെയും വെട്ടുവാൻ ശക്തിയുള്ളത്. പിശാചിൻ്റെയോ മനുഷ്യരുടെയോ ഏത് ശബ്ദത്തെയും വാദത്തെയും അടക്കുവാൻ വചനത്തിന് കഴിയും. 2, പ്രാണനെയും ആത്മാവിനെയും വേർപിടിവിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിനെ മനസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാതെ വണ്ണം വേർപിടിവിക്കും, ഡിവൈഡ് ചെയ്യും. അങ്ങനെ വചനത്താൽ നമുക്ക് ജയമെടുക്കാൻ കഴിയും. 2, അങ്ങനെ ഉണർത്തപ്പെട്ട ആത്മാവ് സദൃശവാക്യങ്ങൾ പറയുന്ന പോലെ ഒന്നിനും വഴിമാറാത്ത സിംഹത്തെ പോലെ, നായാട്ട് നായയെ പോലെ, കോലാട്ട് കൊറ്റനെ പോലെ, സൈന്യ സമേതനായ രാജാവിനെ പോലെ വാഴും. അപ്പോൾ നമ്മുടെ ആശ്രയം കർത്താവിൽ തന്നെ ആയിരിക്കേണ്ടതിന് നമ്മൾ ആത്മാവിലാകണം. ആകാശത്തിലെ പറവയെ പോലെ പറക്കണം. മർക്കോസ് 12 എഴുതിയിരിക്കുന്ന പോലെ പൂർണ്ണ മനസ്സോടെ, ഹൃദയത്തോടെ, സർവശക്തിയോടെ കർത്താവിനെ സേവിക്കണം. കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ വീഴ്ചകൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ വചനത്താലും ആത്മാവിനാലും കഴുകൽ പ്രാപിക്കണം, ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കണം. നമ്മൾ നീതിമാന്മാരാണ്, പക്ഷേ നമ്മുടെ നീതിബോധത്തെ വെല്ലുവിളിക്കുന്ന കണക്കുള്ള വാദങ്ങൾ വന്നേക്കാം, ഇറിറ്റേഷൻസ് വന്നേക്കാം. അപവാദി
സാത്താൻ നമ്മളെ ബ്ലെയിം ചെയ്തേക്കാം. വചനത്താലും ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിപ്പീൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിന്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തക്കവണ്ണം ദൈവം വർദ്ധിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.